Good afternoon, all. Good afternoon, ma'am. Okay. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് പോർഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് ഓർമ്മയുണ്ടോ? എന്റെ ഓർമ്മയില് പ്രിലിമിനറി ഇന്റർവ്യൂ വരെ കംപ്ലീറ്റ് ആക്കിയെന്നാണ്. പ്രോസസ് 1 മിനിറ്റ് സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. പ്രോസസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മള് ആപ്ലിക്കേഷൻ ഫോം എടുത്തോ? ഇല്ല ഇല്ല അല്ല, ആപ്ലിക്കേഷൻ ഫോം മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതെ 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 മാം. ഓക്കെ, നമുക്ക് ആപ്ലിക്കേഷൻ ഫോം നോക്കാം കേട്ടോ. നമ്മൾ ഏതൊരു ഓർഗനൈസേഷനിലും റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂവിനൊക്കെ വേണ്ടി പോകുമ്പോൾ നമുക്ക് അവിടുത്തെ ആപ്ലിക്കേഷൻ ഫോം നമ്മളോട് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പറയാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സ്വന്തം ഹാൻഡ് റൈറ്റിംഗിലായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്ത് കൊടുക്കാറ്. ആപ്ലിക്കേഷൻ ഫോം പ്രിന്റഡ് ആയിരിക്കും. അപ്പൊ ഫോം നമ്മളെടുത്ത് എന്ത് ചെയ്യണം, നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു, ഫില്ല് ചെയ്ത് കൊടുക്കാണ്. ദെൻ അതില് നമ്മൾ റിട്ടേൺ ആയിട്ടാണ് എഴുതി കൊടുക്കുന്നത്. അതൊരു എവിഡൻസ് ആയിട്ട് ഓർഗനൈസേഷൻ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. മേ ബി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷന്റെയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാണെങ്കിൽ അവർക്ക് അതെടുത്ത് റെഫർ ചെയ്യാനായിട്ട് പറ്റും. ആപ്ലിക്കേഷൻ ഫോം ആണ്. ആരൊക്കെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്? ജോബ് വേക്കൻസിക്ക് റിലേറ്റഡ് ആയിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ നോക്കാം. ആപ്ലിക്കേഷൻ ഫോംസ്. Application forms or application blanks are used to gain basic details about the candidate. നമ്മുടെ കാൻഡിഡേറ്റിന്റെ ബേസിക് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോംസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബ്ലാങ്ക്സ് ഫിൽ ചെയ്യിപ്പിക്കുന്നത്. It helps to identify the candidate's interested area that prove to be a great help in discussion during the interview. അപ്പൊ ഈ ആപ്ലിക്കേഷൻ ഫോമിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ആൻ എഫക്റ്റീവ് വേ ഓഫ് കളക്ടിങ് കാൻഡിഡേറ്റ്സ് പ്രീവിയസ് ഇൻഫർമേഷൻ. മുൻപത്തെ കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള മുൻപുള്ള ഇൻഫർമേഷൻ, പ്രീവിയസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് കാൻഡിഡേറ്റ് എവിടെയാണ് പഠിച്ചത്, അതേപോലെ കാൻഡിഡേറ്റ്സ് ഇതിനു മുമ്പേ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്തത്, എത്ര നാൾ വർക്ക് ചെയ്ത്, നമ്മൾ അയാളോട് നേരിട്ട് ചോദിക്കുന്നതിന് നല്ലതായിരിക്കും. കാരണം ഓൾറെഡി നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് ആപ്ലിക്കേഷൻ ഫോം. It also helps to pass the candidate's details to the management. കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാനേജ്മെന്റ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ഇന്റേണൽ പാനൽസ്, മറ്റ് ഇന്റേണൽ പാനൽ ഇന്റർവ്യൂ പാനലിലുള്ള മറ്റു മെമ്പേഴ്സിന് ആ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഒരു ആപ്ലിക്കേഷൻ ഇന്റർവ്യൂവിന് വേണ്ടി വരാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം എല്ലാവരും പാസ് ചെയ്യണമെങ്കിൽ ഏകദേശം ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് ഏകദേശം ധാരണ എല്ലാവർക്കും കിട്ടും. ആൻഡ് ഓൾസോ ഫെസിലിറ്റേറ്റ് ഡാറ്റ സ്റ്റോറേജ് ഫോർ ഫ്യൂച്ചർ യൂസ്. ഞാൻ പറഞ്ഞു ഫ്യൂച്ചറിലേക്ക്, ഭാവിയിലേക്ക് ആ ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. Since the application blank is filled by the candidates in his own handwriting. സാധാരണ കേസിൽ നമ്മളോട് ഹാൻഡ് റിട്ടേൺ ആയിട്ടാണ് ആപ്ലിക്കേഷൻ ഫോമുകൾ ഫിൽ ചെയ്യാൻ പറയുന്നത്. It proves to be useful tool for analyzing his personality and suitability to the organization. അപ്പൊ നമ്മൾ പറഞ്ഞാൽ അവരുടെ ഇൻഫർമേഷൻസ് നോക്കിയിട്ട് അനലൈസ് ചെയ്യാണ്. അവരുടെ പേഴ്സണാലിറ്റി നമ്മുടെ ഓർഗനൈസേഷൻ സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യാണ്. Application form either detailed or confers depending upon the preference of the organization. Application form എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോം ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാക്ഷ്യപത്രം പോലെയല്ലേ. കൺഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവിടെ എഴുതി കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒരിക്കലും തെറ്റാവാനുള്ള ചാൻസ് ഇല്ലല്ലോ. അപ്പോ അത് നമുക്ക് കൺഫറൻസ് പോലെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. The information required in this
form may differ based on types of job and the organization. Application form എന്ന് പറയുന്നത് ഓരോ ഓർഗനൈസേഷനും അതിന്റെ ടൈപ്പ് ഓഫ് ജോബ് അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. മേ ബി ചേഞ്ചസ് ഉണ്ടാവും, ആപ്ലിക്കേഷൻ ഫോമിൽ ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ആണ് അക്കോർഡിംഗ് ടു US and നാഷണൽ ഇൻഡസ്ട്രിയൽ കോൺഫറൻസ് ബോർഡ് പബ്ലിക്കേഷൻ. ഡെഫിനേഷൻ ആണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിനെ കുറിച്ചിട്ടുള്ള ഡെഫിനേഷൻ പറയുന്നത്. US നാഷണൽ ഇൻഡസ്ട്രിയൽ കോൺഫറൻസ് ബോർഡ് ആണ് ആ ഡെഫിനേഷൻ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. The main item of information requested on application form are the name, address, age, marital status, and dependent, schooling, experience, and reference. സാധാരണ ആപ്ലിക്കേഷൻ ഫോമിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാവാറ്? നെയിം ഉണ്ടാവും, കാൻഡിഡേറ്റ്സിന്റെ ഫുൾ നെയിം, അഡ്രസ്, ഏജ്, marital സ്റ്റാറ്റസ്, നമ്മൾ മാരീഡ് ഓർ നോട്ട് മാരീഡ്, അൺമാരീഡ്, ഡിപെൻഡന്റ്, നമ്മൾ ഡിപെൻഡ് ചെയ്ത ആരൊക്കെ ഉണ്ട്, നമ്പർ ഓഫ് ഡിപെൻഡന്റ്, നമ്മുടെ സ്കൂളിംഗ് എവിടെയായിരുന്നു, എക്സ്പീരിയൻസ് എവിടെയായിരുന്നു, നോട്ട് ദ പോയിന്റ്, റെഫറൻസ്. റെഫറൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. എന്തിനാണ് നമ്മൾ റെഫറൻസ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ പാസ്റ്റ്, നമ്മൾ മുമ്പ് വർക്ക് ചെയ്ത എംപ്ലോയറിനെ ആയിരിക്കും ചിലപ്പോൾ റെഫറൻസ് കൊടുക്കുന്നത്. ഓർ മേ ബി നമ്മൾ പഠിച്ച സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്നുള്ള നമ്മുടെ സ്കിൽസും നോളജും ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തിനെ ആയിരിക്കും നമ്മൾ റെഫറൻസ് ആയിട്ട് കൊടുക്കുന്നത്. സോ റെഫറൻസ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷനെ അവരെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാനും നമ്മുടെ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനും റെഫറൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അത് നമ്മൾ എന്താ പറഞ്ഞത്? ആപ്ലിക്കേഷൻ ഫോം ആണ് പറഞ്ഞത്, ഡിലേ ചെയ്തത്. ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ബ്ലാങ്ക്, ആപ്ലിക്കേഷൻ ബ്ലാങ്ക് എന്ന് കൂടി പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സിന്റെ ബേസിക് ഡീറ്റെയിൽസ് അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ കാൻഡിഡേറ്റ്സിനെ ഇൻട്രസ്റ്റഡ് ഏരിയാസ്, അതേപോലെ ഇന്റർവ്യൂവിന്റെ സമയത്ത് ഡിസ്കഷന് വേണ്ടിയിട്ടൊക്കെ, അതേപോലെ കാൻഡിഡേറ്റ്സിന്റെ പാസ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു എവിഡൻസ് പോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആപ്ലിക്കേഷൻ ഫോമിൽ ഫിൽ ചെയ്ത ഡീറ്റെയിൽസ് പൂർണ്ണ സമ്മതത്തോടു കൂടി ആയിരിക്കണം, കോൺഷ്യസോട് കൂടിയാണ് അത് ഫിൽ ചെയ്ത്. ലാസ്റ്റ് ഒരു സെന്റൻസ് ഉണ്ടാവും ആപ്ലിക്കേഷൻ ഫോമില്, ഏറ്റവും ലാസ്റ്റ് ഒരു സെന്റൻസ് ഉണ്ട്. ഞാനിപ്പോ മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ട്രൂ ആൻഡ് കറക്റ്റ്, എന്റെ നോളജില് ട്രൂ ആണ് എന്ന് ഉറപ്പുള്ള ഡീറ്റെയിൽസ് ഞാൻ ഫിൽ ചെയ്തിരിക്കുന്നത് പറഞ്ഞ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. സോ ഇത് നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റും? ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, എന്താണ് ആപ്ലിക്കേഷൻ ഫോം എല്ലാവരും ഒന്ന് റീഡ് ചെയ്തേ. ഓക്കെ, അപ്പോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഫോമിന്റെ പർപ്പസ് ആണ്. എല്ലാവരും റീഡ് ചെയ്തു, ക്ലിയർ ആണല്ലോ? ഞാൻ എടുക്കുന്ന എന്തെങ്കിലും പോർഷൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ അതെന്നോട് പറയണം. മേ ബി ഞാൻ എടുത്തു പോകുമ്പോൾ സ്പീഡായി പോകും, ചിലപ്പോ സ്പീഡായി പോവാണെങ്കിൽ അതെന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ചിലപ്പോ ആ ഫ്ലോയിൽ ഞാൻ എടുത്തു പോകുമ്പോൾ സ്പീഡായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളത് പറയണം. നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യുന്നില്ല എന്ന് തോന്നുമ്പോൾ അത് തുറന്ന് പറയണം. എന്താ നോക്കാട്ടെ. പർപ്പസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ടു പ്രൊവൈഡ് പ്രിസൈസ് ഫാക്ച്വൽ ഇൻഫർമേഷൻ
കൃത്യമായ വസ്തുതാപരമായുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കണം നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്യാനായിട്ട്. കറക്റ്റ് ഇൻഫർമേഷൻസ് ആയിരിക്കണം ഫില്ല് ചെയ്യാൻ. Pre-screening job candidates is the main purpose of an application form. നമ്മുടെ ജോബ് ആപ്ലിക്കൻസിന് മുമ്പ് സ്ക്രീൻ ഇന്റർവ്യൂവിന് മുമ്പ് നമുക്കൊന്ന് സ്ക്രീൻ ചെയ്യാനായിട്ടൊരു അവസരമാണ് ആപ്ലിക്കേഷൻ ഫോം വഴി കിട്ടുന്നത്. Through application form, the candidate's contact information, educational background, reference, employment history are communicated to the employer. ഇത്രയും കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫോം വഴി എംപ്ലോയർക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. Application form also provide various additional informations. ഇത് കൂടാതെ മറ്റ് additional informations application form include ചെയ്യാറുണ്ട് to the employer, such as job related skills. Job related ആയിട്ട് skills എന്തൊക്കെയുണ്ട്, സാലറി റിക്വയർമെന്റ്സ്. എപ്പോഴും നമുക്ക് ചോദിക്കാറുണ്ട് ആപ്ലിക്കേഷൻ ഫോമിൽ പാസ്റ്റ് സാലറി അല്ലെങ്കിൽ ലാസ്റ്റ് സാലറി എത്രയായിരുന്നു, അതേപോലെ സാലറി റിക്വയർമെന്റ്സ് എത്രയാണ് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. Salary requirement of the applicant and whether the applicant is available for part-time job or full-time, as well as hours of availability. അതേപോലെ സാലറി എത്രയാണ്, സാലറി റിക്വയർമെന്റ്സ് എത്രയാണ്, പാർട്ട് ടൈം ആയിട്ടാണോ ഫുൾ ടൈം ആയിട്ടാണോ ജോബ് ചെയ്യാൻ താല്പര്യം, പിന്നെ അവേഴ്സ് ഓഫ് അവൈലബിലിറ്റി, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട് ആപ്ലിക്കേഷൻ ഫോമിൽ ഡീൽ ചെയ്യാറുണ്ട്. ഇനി to provide legal protection to the applicants, നമുക്കറിയാം ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് എല്ലാം ഫില്ല് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, നമ്മുടെ ഓർഗനൈസേഷൻ ആണ്. നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് സേഫ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്. Personal information and individual privacy has been protected by the law since the establishment of Title 7 of the Civil Rights Act 1964. 1964 സിവിൽ റൈറ്റ് ആക്ട് പ്രകാരം നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസും ഇൻഡിവിജ്വലിന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ മറ്റുള്ളവരോട് ഡിസ്ക്ലോസ് ചെയ്യാനോ ഒന്നും പാടില്ല. It is not correct to use the application form that is more than few years old. നമുക്ക് പഴയ ആപ്ലിക്കേഷൻ ഫോംസ് ഇപ്പോഴും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. മേ ബി അതിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് മാറിയിട്ടുണ്ടാവും, അഡ്രസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും, സാലറി എക്സ്പെക്ടേഷൻ മാറിയിട്ടുണ്ടാവും. നമുക്കത് ഒരുപാട് നാളത്തേക്ക് റെഫർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. Questions that were asked 5 years ago are not legally accepted. 5 വർഷം മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾക്കാണ് അവർ ആൻസർ ചെയ്തിരിക്കുന്നത്. അത് ഇപ്പോഴത്തെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ Equal Employment Opportunity Commission based on federal legislation provide guidance to the employer on what information can be requested from the candidates. അപ്പൊ Equal Employment Opportunity Commission കുറച്ച് ഇൻഫർമേഷൻസ് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആപ്ലിക്കേഷൻ ഫോമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുണ്ടെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ എന്താണ് ആപ്ലിക്കേഷൻ ഫോമിൽ കറക്റ്റ് ആയിട്ട് നോക്കണം. എന്ന് വെച്ചാല് എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, the candidate so as to avoid prejudice based on sex, discriminations ഒക്കെ ഉണ്ടെങ്കിൽ അത് പറയാൻ പാടില്ല. റേസ്, റിലീജിയൻ, കളർ എന്താണ്, നാഷണൽ ഒറിജിൻ ഏതാണ്, ഏജ് 40 or older ആണോ, ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ, ജനറ്റിക് ഇൻഫോർമേഷൻ, അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്യേണ്ടതായിട്ടില്ല. ഓക്കെ, ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ കുറച്ച് കാര്യങ്ങൾ വേണ്ട എന്ന് പറയുന്നുണ്ട്. അത് ആപ്ലിക്കേഷൻ ഫോമിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടില്ല. അതേപോലെ ആപ്ലിക്കേഷൻ ഫോമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമ്മുടെ കമ്പനി തന്നെ പ്രൊട്ടക്ട് ചെയ്യണം. അത് Title 7 of Civil Rights Act 1964 പ്രകാരം നമ്മുടെ റൈറ്റ്സ് ആണ്. ഈ പേഴ്സണൽ ഇൻഫർമേഷൻസ് മറ്റൊരാളുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്തില്ല എന്നുള്ള ഉറപ്പോട് കൂടിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് 2 പോയിന്റ് ഒന്ന് റീഡ് ചെയ്തേ, ഫസ്റ്റ് 2 പോയിന്റ്സ് റീഡ് ചെയ്തേ എല്ലാവരും.
നോക്കാം കേട്ടോ, 2 പോയിന്റ് നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കാം. ക്ലിയർ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് പോയിന്റ്, to facilitate effective and productive interview. നമുക്ക് നല്ല രീതിയിൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് വരാൻ പറ്റും. വീണ്ടും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കാര്യങ്ങൾ അവരോട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതായിട്ട് വരുന്നില്ല. വീണ്ടും നമ്മൾ അൺനെസസറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. നിങ്ങൾ എവിടെ പഠിച്ചത്, എത്ര ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ വീണ്ടും എടുത്ത് ചോദിക്കേണ്ടതായിട്ട് വരുന്നില്ല. കാരണം ഓൾറെഡി ആപ്ലിക്കേഷൻ ഫോമിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. So, for enabling productive interview, the employer makes the use of the background information gathered with the help of application form. അപ്പോൾ നമുക്ക് കുറച്ച് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് എംപ്ലോയറിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി നമ്മുടെ കയ്യിൽ കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് ആപ്ലിക്കേഷൻ ഫോമിൽ അവൈലബിൾ ആണ്. Application form is provide an unfiltered version of applicant work history and experience to the employer. അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള വേർഷൻ ആണ് ആപ്ലിക്കേഷൻസിന്റെ വർക്ക് ഹിസ്റ്ററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതേപോലെ എക്സ്പീരിയൻസ് എല്ലാം നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് കിട്ടും. ആപ്ലിക്കേഷൻ ഫോം ആർ യൂസ്ഡ് ടു ഗ്യാദർ സച്ച് ഇൻഫർമേഷൻ ആസ് ഇറ്റ് ഈസ് ഈസി ഫോർ ദ കാൻഡിഡേറ്റ് ടു അഗ്രിഗേറ്റ് റെസ്യൂംസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇൻഫർമേഷൻസ് നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിൽ യൂസ് ചെയ്ത് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ആപ്ലിക്കേഷൻ ഫോംസ് എൻഷുർ ദാറ്റ് എവരിവൺ ഈസ് ഈക്വൽ voting as all the applicants are asked about the same information. നമ്മളൊരു ജോബിന് വേണ്ടി വന്നിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ സെയിം ആപ്ലിക്കേഷൻ ഫോം ആയിരിക്കും എല്ലാവരെ കൊണ്ട് ഫിൽ ചെയ്തിരിക്കുന്നത്. കാരണം നമുക്കത് കമ്പയർ ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ്. എല്ലാവരും ഇൻഫർമേഷൻസ് ഫുൾ കമ്പയർ ചെയ്യാനും എക്സ്പീരിയൻസ് ഒക്കെ കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് സെയിം ഇൻഫർമേഷൻസ് ആയിരിക്കും സാധാരണ ആപ്ലിക്കേഷൻ ഫോമിൽ കളക്ട് ചെയ്യണം. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം ഡിഫറെന്റ് ആയിരിക്കും. ഓരോ കമ്പനി അനുസരിച്ച് ഓരോ ജോബ് പൊസിഷൻ അനുസരിച്ച് ആപ്ലിക്കേഷൻ ഫോമിലും എന്തുണ്ട് മാറ്റങ്ങൾ ഉണ്ട് കേട്ടോ. ആപ്ലിക്കേഷൻ ഫോം ആർ യൂസ്ഡ് ബൈ ദ എംപ്ലോയർ in order to rapidly identify the problems like job hopping, criminal history, and ineligibility to work in the country. നമ്മള് മറ്റു പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. നമ്മളിപ്പോ ജോബിന് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നോ നമുക്ക് എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ദെൻ ക്രിമിനൽ ഹിസ്റ്ററി ഉള്ള ആളാണോ ഫാസ്റ്റ് എംപ്ലോയറോട് വിളിച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചോദിക്കാം. അതേപോലെ നമുക്ക് ഫാസ്റ്റ് എംപ്ലോയറോട് ചോദിക്കാം ആളെങ്ങനെയാണ് വർക്ക് ചെയ്യാനായിട്ട്, ഇന്റലിജന്റ് ആണോ എന്നൊക്കെ നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോം എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ വെരിഫിക്കേഷൻ ആണ് കേട്ടോ. ലാസ്റ്റ് വെരിഫിക്കേഷൻ ആണ്. ആപ്ലിക്കേഷൻ an employment application form different from a resume. പക്ഷെ എംപ്ലോയ്മെന്റ് ആപ്ലിക്കേഷൻ ഫോം നമ്മൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ റെസ്യൂമെ കൊടുക്കണല്ലേ പിന്നെ ഞങ്ങൾ ഇതിനാണ് ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അത് ഡിഫറെന്റ് ആണ്. എന്ന് വെച്ചാൽ റെസ്യൂമിനേക്കാൾ കുറച്ച് ഡിഫറെന്റ് ആണ് എന്ത് ആപ്ലിക്കേഷൻ ഫോം. കാരണം ആപ്ലിക്കേഷൻ ഫോം ഈസ് എ ലീഗൽ ഡോക്യുമെന്റ് ആണ്. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോം എന്താണ്, ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. An employment application form different from a resume as it is a legal document signed by the applicant to certify that true and correct information is provided by them. അവർ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ട്രൂവും കറക്റ്റും ആണെന്ന് ലാസ്റ്റ് നമ്പർ ആപ്ലിക്കേഷൻ ഫോമിന്റെ ലാസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. A paragraph on most application form provide the warning that omission or false information. എല്ലാ ആപ്ലിക്കേഷൻ ഫോമിലും ഒരു പാരഗ്രാഫ് ലാസ്റ്റ് ആയിട്ട് ഉണ്ടാവും. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ട് അല്ലെ, ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പാരഗ്രാഫ് കാണാറുണ്ട്. അതിലെങ്ങനെയാന്ന് വെച്ചാൽ വാണിംഗ് ആണ്. The omission or false information of the form may result in application being rejected or employee being fired. നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റ് ആണ്, അല്ലാത്ത പക്ഷം ആപ്ലിക്കേഷൻ ഫോം റിജക്ട് ചെയ്യാനും എംപ്ലോയിനെ ഫയർ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്, എംപ്ലോയർക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഇൻ അഡീഷൻ application form may contain statement giving hiring employer permission for examining record, conduct of background or credit check, examine the contact reference and previous employer. ഇത് കൂടാതെ
നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് എംപ്ലോയറെ അധികാരപ്പെടുത്തുന്നുണ്ട്. നമ്മള് എക്സാമിങ് റെക്കോർഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റെക്കോർഡ്സ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം ചെക്ക് ചെയ്യാനായിട്ട് എംപ്ലോയറെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് റെഫറൻസ് ചെക്ക്, ക്രെഡിറ്റ് ചെക്ക്, എക്സാമിന്റെ കോണ്ടാക്ട് റെഫറൻസ് ഒക്കെ ചെക്ക് ചെയ്യാനും പ്രീവിയസ് എംപ്ലോയറിന്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതൊക്കെ വെച്ച് നമ്മളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ആർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, എംപ്ലോയർക്ക് ചെക്ക് ചെയ്യാനുള്ള അധികാരം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുമ്പോൾ തന്നെ ഫയൽ ചെയ്ത് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിലുള്ള റെഫറൻസും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ കറക്റ്റും ട്രൂവും ആയിരിക്കണം. ഒരു കാരണവശാലും ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഒന്ന് റീഡ് ചെയ്തേ ആ 2 പോയിന്റ്. ടു ഫെസിലിറ്റേറ്റ് എഫക്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ഇന്റർവ്യൂസ് ആൻഡ് വെരിഫിക്കേഷൻ. മറ്റുള്ളവരും റീഡ് ചെയ്ത് കഴിഞ്ഞോ? ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ഫോംസിന്റെ കണ്ടന്റ് ആണ് നോക്കാൻ പോകുന്നത്. കണ്ടന്റ് ഇൻ ആപ്ലിക്കേഷൻ ഫോം. പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് ഉണ്ടാവും. ആ ഒരു വ്യക്തിനെ കുറിച്ചിട്ട്, ആ ഒരു കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് എന്തിലുണ്ടാവും, ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടാവും. എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ എവിടെയാണ് പഠിച്ചത്, ഏത് കോളേജിലായിരുന്നു, ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പാസ് ഔട്ട് ആയത്, എത്ര നാളെടുത്തു ഡ്യൂറേഷൻ ഓഫ് സ്റ്റഡി, അതേപോലെ ഏത് മീഡിയം ആണ് പഠിച്ചത്, അതേപോലെ മാർക്സ്, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാറുണ്ട്. വർക്ക് എക്സ്പീരിയൻസ്, നമ്മള് ഇവിടെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ നമ്മുടെ പാസ്റ്റ് എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ ആ ജോബ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ചെയ്തിരുന്നത്, സാലറി പാക്കേജ് എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് ചോദിക്കാറുണ്ട്. സാലറി, നമ്മള് അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ലാസ്റ്റ് സാലറി എത്രയായിരുന്നു, അതേപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എത്രയാണ്, നമ്മൾ ലാസ്റ്റ് സാലറിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. മേ ബി ഒരു എക്സാമ്പിൾ പറയുകയാണ് 20,000 ആയിരുന്നു നിങ്ങളുടെ ലാസ്റ്റ് സാലറി എന്ന്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 25 to 30 ആ ഒരു റേഞ്ചിലായിരിക്കും നമ്മൾ എക്സ്പെക്ടേഷൻ. ഓക്കെ, പേഴ്സണൽ ഐറ്റംസ് ചോദിക്കാറുണ്ട്, നമ്മുടെ ഹോബീസ്, സ്പോർട്സ്, പാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ദെൻ റെഫറൻസ്, ആരെങ്കിലും റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ നെയിം ആൻഡ് അഡ്രസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, മെയിൽ ഐ ഡി, അതേപോലെ തന്നെ ഫോൺ നമ്പർ, കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടന്റ്സ് ഇൻ ആപ്ലിക്കേഷൻ ഫോം നോക്കാം. The information actually required on the following items in the application form. സാധാരണയായിട്ട് ആപ്ലിക്കേഷൻ ഫോമിൽ വേണ്ട ഇൻഫർമേഷൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആണ് ഫസ്റ്റ്. This includes the information regarding the candidate's name, date of birth, correspondence, permanent residential address, marital status, sex, nationality, parents' name, and their income,
number of dependents, etc. ഇതെല്ലാം കാര്യങ്ങളാണ് പേഴ്സണൽ ഇൻഫർമേഷനിൽ വേണ്ടത്. കാൻഡിഡേറ്റ്സിന്റെ ഫുൾ നെയിം വേണം, ഡേറ്റ് ഓഫ് ബർത്ത് വേണം, കറസ്പോണ്ടൻസ് വേണം, അതേപോലെ തന്നെ പെർമനന്റ് കറസ്പോണ്ടൻസ് ആൻഡ് പെർമനന്റ് റെസിഡൻഷ്യൽ അഡ്രസ് വേണം, ടെമ്പററി ആൻഡ് പെർമനന്റ് അഡ്രസ് വേണം, മാരിറ്റൽ സ്റ്റാറ്റസ് വേണം, മാരീഡ് ആൻഡ് മാരീഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള്, സെക്സ് ഫീമെയിൽ ആണോ മെയിൽ ആണോ, നാഷണാലിറ്റി ഇന്ത്യൻ ഓർ അതർ, അതേപോലെ പാരന്റ്സിന്റെ നെയിം വേണം, ആനുവൽ ഇൻകം അവർക്ക് എത്രയാണ് ആനുവൽ ഇൻകം, നമ്പർ ഓഫ് ഡിപെൻഡൻസ് നമ്മളുടെ എത്ര ഡിപെൻഡൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. നമ്മൾ ഡിപെൻഡ് ചെയ്തിട്ട് ആരെല്ലാമാണ് ജീവിക്കുന്നത്. മേ ബി നമ്മളാണെങ്കിൽ ഇപ്പൊ മേ ബി കുട്ടികൾ ഉണ്ടാവും. നമ്മൾ ഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിൽഡ്രൻസ് ആയിരിക്കാം, ഓർ നമ്മളെ അച്ഛനമ്മയാവാം, ഒക്കെ ഡിപെൻഡൻസിലാണ് വരുന്നത്. This give the information to management about the candidate's status of his family in the society, background which determine his suitability to the organization and also influence all these factors on his personality. ഈ ഇൻഫർമേഷൻസ് എല്ലാം കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ട് മാനേജ്മെന്റിന് കിട്ടാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഫർമേഷൻസ് കിട്ടുന്നത്? ഈ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഫാമിലി സ്റ്റാറ്റസ് അറിയാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് അറിയാൻ പറ്റും, നമ്മളെ ഓർഗനൈസേഷൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള വ്യക്തിയാണോ അല്ലയോ. അതേപോലെ ഈ ഫാക്ടേഴ്സ് ഒക്കെ നമുക്കറിയാം ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ തന്നെ നമുക്ക് ഗ്യാദർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ ഏതൊരു കാൻഡിഡേറ്റ്സും ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഏത് സ്കൂളിലൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്, അതുപോലെ കോളേജ്, നമ്മൾ ഏത് കോളേജിൽ നിന്നാണ് പാസ് ഔട്ട് ആയത്, ഏത് യൂണിവേഴ്സിറ്റി ആണ് എന്നൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഫില്ല് ചെയ്യാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. This consists of the details about the candidate's educational institution. Candidates the educational institution കുറിച്ചിട്ടാണ് educational background വരുന്നത്, such as school, college, university, etc. നമ്മൾ ഏത് സ്കൂളിൽ നിന്നാണ് 10th പാസ് ഔട്ട്, ആൻഡ് ഹയർ സെക്കൻഡറി ഏത് സ്കൂളാണ്, ഹൈസ്കൂൾ ഏതാണ്, കോളേജ് ഡിഗ്രി ചെയ്ത് എവിടെ നിന്നാണ്, PG എവിടെ നിന്നാണ്, ഏത് യൂണിവേഴ്സിറ്റീസ് നിന്നാണ് പാസ് ഔട്ട് ആയത്. It also includes the information regarding the course he has studied. നമ്മളിപ്പോ ഏത് കോഴ്സാണ് സ്റ്റഡി ചെയ്തത്, എംകോം ആണെങ്കിൽ എംകോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആണ്. The duration of the study, എംകോം എത്ര വർഷമാണ്, 2 years ആണ്. And the medium of study normally English ആണ്. Mark and rank achieved, നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്കും റാങ്കും എത്രയാണ്. Sports like and dislike etc. സ്പോർട്സിൽ ഏത് സ്പോർട്സ് ഒക്കെയാണ് ഇഷ്ടം, ഇഷ്ടമല്ലാത്ത സ്പോർട്സ് എന്തൊക്കെയാണ്. This types of information is most important for the organization. ഇതേപോലത്തെ ഇൻഫർമേഷൻസ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആ ഒരു വ്യക്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇൻഫർമേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് വർക്ക് എക്സ്പീരിയൻസ്. ദിസ് കൺസിസ്റ്റ് ഓഫ് എൻറ്റയർ പാസ്റ്റ് ജോബ് ഡീറ്റെയിൽസ്. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള പാസ്റ്റ് ജോബ് ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ് വർക്ക് എക്സ്പീരിയൻസിൽ വരുന്നത്. Greater trust is led to the type of work. മെയിൻ ആയിട്ട് ഏത് ടൈപ്പാണ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ, നമ്മൾ ഫസ്റ്റ് ഏൺ ചെയ്യുന്നത്, നമുക്ക് എക്സ്പീരിയൻസ് ഏതൊരു ഫീൽഡിലാണ് നമുക്ക് പിന്നീട് കിട്ടുന്ന ജോബും അതേ ഫീൽഡിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പോ എന്നെ സംബന്ധിച്ചാണെങ്കിലും എനിക്ക് ടീച്ചിങ് ഫീൽഡിലാണ് എനിക്ക് ഫസ്റ്റ് ഓഫർ വന്നത് തന്നെ ടീച്ചിങ് ഫീൽഡിലാണ്. സോ അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യുന്ന ജോബ് ഫസ്റ്റ് എക്സ്പീരിയൻസ് പോലെ തന്നെയാണ് ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബ്. എന്താണ്, ഞാൻ ടീച്ചിങ് തന്നെ ചെയ്യുന്നത്. മേ ബി നിങ്ങൾ ഏതാണോ ഫസ്റ്റ് ജോബ് സെലക്ട് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും പിന്നീട് നിങ്ങളുടെ വർക്ക് വരുന്നത്. അതേ ഫ്ലോയിൽ തന്നെയായിരിക്കും നമുക്ക് പിന്നീട് കിട്ടുന്ന ജോബ് വേക്കൻസീസ്. നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും നമുക്ക് ജോബ് വേക്കൻസീസ് വരുന്നത്. ഇപ്പം ജസ്റ്റ് ഞാൻ എംകോം പാസ് ഔട്ട് ആണ്, വേറൊരു വ്യക്തി എംകോം പാസ് ഔട്ട് ആണ്. ആള് ഒരു 1 year എക്സ്പീരിയൻസിൽ 1 or 2 year എക്സ്പീരിയൻസ് ഇൻ അക്കൗണ്ട്സ്, ഞാൻ 2 years or 5 years എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ് ആണെന്ന് വിചാരിക്കും. ഞങ്ങൾ രണ്ടുപേരും ഒരു അക്കൗണ്ടിങ് ജോബിന് വേണ്ടി പോവാണെങ്കിൽ മേ ബി എന്നെ എടുക്കോ ആ വ്യക്തിയെ എടുക്കോ അക്കൗണ്ടന്റ് ആയിട്ട്? എല്ലാവരും ഉറങ്ങിയാണ്. എന്നെ എടുക്കാൻ ചാൻസ് ഇല്ല, കാരണം എനിക്ക് ടീച്ചിങ്ങിലാണ് എക്സ്പീരിയൻസ്. ആ വ്യക്തിക്ക് അവരുടെ അക്കൗണ്ട് ഫീൽഡ് ഓൾറെഡി അറിയാം. അതുകൊണ്ട് ആ വ്യക്തിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്, ആ ജോബിലേക്ക് സെലക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഫസ്റ്റ് അക്യൂർ ചെയ്യുന്ന എക്സ്പീരിയൻസ് നമ്മളുടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ജോബ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം
പിന്നീട് നമുക്ക് വരുന്ന ജോബ് ഓഫേഴ്സും ആ ഒരു എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിരിക്കും. സോ നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഏതൊരു ജോബിലാണോ പിന്നീടുള്ള വരുന്ന എക്സ്പീരിയൻസും അതേ ജോബ് പിന്നീട് വരുന്ന ജോബ് ഓഫേഴ്സും അത് റിലേറ്റഡ് ആണ് കേട്ടോ. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഏറ്റവും അനുയോജ്യമായ ജോബ് ആയിരിക്കാം സെലക്ട് ചെയ്യാൻ. അതേപോലെ ഡ്യൂറേഷൻ ഓഫ് ദ ജോബ്, ഡ്യൂറേഷൻ ഓഫ് ദ വർക്ക് ഇൻ ഈച്ച് ജോബ്. ഓരോ ജോബിലെയും ഡ്യൂറേഷൻ. ഒരു വ്യക്തി ഒരു 3 മാസം ഒരു വർക്ക് നിൽക്കാണ്, പിന്നെ ഒരു 2 മാസം വേറൊരു ജോബിൽ നിന്നു, പിന്നെ ഒരു 5 months 6 months അങ്ങനെ മന്ത്ലി അല്ലെങ്കിൽ ഒരു 3 yearsനുള്ളിൽ ഒരുപാട് ജോബുകൾ മാറാണ് വിചാരിക്കും. ഒരു വ്യക്തി ഒറ്റ ജോബ്, റെക്കോർഡ് എന്ന് പറയുന്ന ജോബിൽ ഒറ്റ ഓർഗനൈസേഷൻ 3 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. ഏത് വ്യക്തിനെയായിരിക്കും നമ്മൾ നമ്മളുടെ സ്ഥാപനത്തിലേക്ക് സെലക്ട് ചെയ്യുന്നത്? എന്താണെന്നും ഇല്ലാത്തെ ഏതൊക്കെയുണ്ട്? ഏത് വ്യക്തിനെയായിരിക്കും നമ്മളാണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഇന്റർവ്യൂ ചെയ്ത് അല്ലെങ്കിൽ സെലക്ഷൻ ചെയ്ത് സെലക്ട് ചെയ്യാം? നോർമലി ആരെയായിരിക്കും? ആ 3 years ഒറ്റ സിംഗിൾ ജോബ് ചെയ്ത വ്യക്തിനായിരിക്കും ഞാനാണെങ്കിൽ സെലക്ട് ചെയ്യുക. കാരണം അദ്ദേഹം വേറെ മറ്റു ഓഫേഴ്സ് ഒന്നും നോക്കിയിട്ടില്ല. അപ്പോ റീസൺ ഫോർ എക്സിസ്റ്റ് ഫ്രം ദ പ്രീവിയസ് ജോബ്, നേരത്തെ ജോബിനേക്കാളും നമ്മൾ എക്സിസ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. മേ ബി നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫോർ ബെറ്റർ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, അത് അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, നിങ്ങൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എന്റെ ലൈഫ് എന്താ പറയാ അംബീഷൻ ആണെന്നൊക്കെ പറയാം. അങ്ങനെ നമ്മളത് ഒരു നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാം. ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഹാൻഡിൽ നമ്മൾ മുമ്പ് വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ എന്തെല്ലാം ജോബ് ഡ്യൂട്ടീസ് ആണ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഹാൻഡിൽ ചെയ്തെന്നുള്ളത്. സാലറി പാക്കേജ് നമുക്ക് അപ്പം ലാസ്റ്റ് കിട്ടിയ സാലറി എത്രയാണെന്നുള്ള ക്വസ്റ്റ്യനും കൂടി എന്തുണ്ടാവും ആപ്ലിക്കേഷൻ ഫോമിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ദിസ് ഡാറ്റ അപ്ഡേറ്റ് ദ ഓർഗനൈസേഷൻ അബൌട്ട് ദ കാൻഡിഡേറ്റ്സ് ജോബ് സ്റ്റെബിലിറ്റി. അപ്പോ ഈ ഡാറ്റാസ് നമുക്ക് നോക്കുമ്പോൾ ജോബിന്റെ സ്റ്റെബിലിറ്റി നമുക്ക് മനസ്സിലാവും. ആൾ സ്ഥിരതയുള്ള ആളാണോ അല്ലയോ. ഹിസ് ബിഹേവിയർ ടുവേഴ്സ് വർക്കിനോടുള്ള അദ്ദേഹത്തിന്റെ ബിഹേവിയർ എങ്ങനെയാണ്. ഹിസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ലോയൽറ്റി ടുവേഴ്സ് ദ പ്രീവിയസ് എംപ്ലോയറിനോടുള്ള ലോയൽറ്റി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഫോം ഹെൽപ്പ് ചെയ്യും. ദെൻ ഫോർത്ത് പോയിന്റ് സാലറി ആണ്. സാലറി എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് സാലറി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ആപ്ലിക്കേഷൻ ഫോമിൽ. ലാസ്റ്റ് സാലറി എത്രയാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതേപോലെ തന്നെ അതിലും എത്ര സാലറി ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആപ്ലിക്കേഷൻ ഫോം ഓൾസോ ആസ്ക് ഫോർ ദ സാലറി ദാറ്റ് ദ കാൻഡിഡേറ്റ് ഈസ് പ്രസന്റ്ലി ഒബ്റ്റെയിനിങ്. ഇപ്പോൾ കിട്ടുന്ന സാലറി എത്രയാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനും അതേപോലെ തന്നെ വാട്ട് ഈസ് എക്സ്പെക്ടിങ് ഫ്രം ദ ഓർഗനൈസേഷൻ, നമ്മുടെ ഓർഗനൈസേഷനിൽ എത്ര രൂപയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റഫായിട്ട് എല്ലാവരും ഹാൻഡിൽ ചെയ്യേണ്ടത് ഒരു നല്ലൊരു പൊളൈറ്റ് ആയിട്ടുള്ള വേർഡിലൂടെ ആയിരിക്കണം എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു സാലറിയുടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ആപ്ലിക്കേഷൻ ഫോമിലാകുമ്പോൾ നമുക്കത് നേരെ ഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. മേ ബി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് നേരിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പൊളൈറ്റ് ആയിട്ട് നല്ല രീതിയിൽ നല്ലൊരു സൗമ്യമായിട്ട് പറയണം. എനിക്ക് റെക്രൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫേമിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതേപോലെ എന്റെ കഴിവും എന്റെ ഇതും നോക്കിയിട്ട് എന്താ പറയാ എക്സ്പീരിയൻസും എന്റെ വർക്കിന്റെ നേച്ചറും നോക്കിയിട്ട് ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു സാലറി തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എക്സ്പെക്ടിങ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ആ ഒരു നമുക്കൊരു റേഞ്ച് ഉണ്ടല്ലോ. ഇപ്പൊ എന്റെ റേഞ്ച് ആണെങ്കിൽ 25 to 30 ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു റേഞ്ച് നമ്മൾ അവരോട് ഇൻഫോം ചെയ്യാണ്. നേരെ കറക്റ്റ് 25 to 30 നിർബന്ധമാണ്, എന്നാൽ മാത്രമേ ഞാനിവിടെ വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ പറയുന്നേക്കാളും നല്ലതായിട്ട് നമ്മളതൊരു പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ആ കാര്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇതിപ്പോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണെങ്കിൽ ആൻസറിൽ നമുക്ക് അതങ്ങനെ ചെയ്തു വെക്കാൻ പറ്റും ആപ്ലിക്കേഷൻ ഫോമിൽ. ഇനി പേഴ്സണൽ ഐറ്റംസ് നമ്മൾ ചോദിക്കാറുണ്ട് ആപ്ലിക്കേഷൻ ഫോമിൽ. പേഴ്സണൽ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. This comprise a person likes and dislikes. ഒരു പേഴ്സന്റെ ലൈക്സും ഡിസ്ലൈക്കും അസോസിയേഷൻ മെമ്പർഷിപ്പ് സ്പോർട്സ് ഹോബീസിനെ കുറിച്ചുള്ള കാര്യങ്ങളും നമ്മൾ പേഴ്സണൽ ഐറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. Then reference, it includes the name and address and contact details of the person who can contact for reference. റെഫറൻസിന് വേണ്ടിയിട്ട് ആരെ കോണ്ടാക്ട് ചെയ്യണം, അവരുടെ നെയിം, അഡ്രസ്, കോണ്ടാക്ട് ഡീറ്റെയിൽസ്, മെയിൽ ഐ ഡി, ഫോൺ നമ്പർ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. റെഫറൻസ് ആയിട്ട് മേ ബി പാസ്റ്റ് എംപ്ലോയർ ആയിരിക്കും നമ്മൾ റെഫറൻസ് ആയിട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പഠിച്ച എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു വ്യക്തിനെ ആയിരിക്കാം നമ്മൾ എന്ത് ചെയ്യുന്നത് എംപ്ലോയർ ആയിട്ട് റെഫറൻസ് ആയിട്ട് വെക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഈ 5 പോയിന്റ്സും ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും. 5 പോയിന്റ്സ്
എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ ഫോമിന്റെ കണ്ടന്റ്സ് എന്നുള്ളത്? ഓക്കെ, എല്ലാവരും വായിച്ചോ? 6 പോയിന്റ്സും 5 എന്ന് ഞാൻ പറഞ്ഞു. 6 പോയിന്റ്സ് 6 കണ്ടന്റ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഫോംസിന്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Advantages of application form are: a standard application form gives formal introduction of the potential applicant. നമ്മൾ ആപ്ലിക്കന്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഫോർമൽ ഇൻട്രൊഡക്ഷൻ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് കിട്ടുന്നുണ്ട്. With the help of application form, the firm is able to extract valuable information about different applicants and compare them. നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ആണെങ്കിൽ നമുക്ക് അത് വെച്ച് വാല്യബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആപ്ലിക്കൻസിന്റെ നിന്ന് കളക്ട് ചെയ്യാനും അത് ആ ഡിഫറെന്റ് ആപ്ലിക്കൻസിൽ നിന്ന് കമ്പയർ ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഇന്നൊരു ആപ്ലിക്കന്റ് 2 years എക്സ്പീരിയൻസ് ആണ്, ഇന്നൊരു ആപ്ലിക്കന്റ് 5 years എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. The firm has the right to reject the potential applicants who does not meet the minimum job qualification after proper screening of the applicants. ഇതിപ്പോ നമ്മുടെ ആപ്ലിക്കൻസിന് മിനിമം ക്വാളിഫിക്കേഷൻ മെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ നമുക്ക് റിജക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പ്രോപ്പർ ആയിട്ട് സ്ക്രീൻ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും? അവരെ റിജക്ട് ചെയ്യും. ഓക്കെ, ഫോർത്ത് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോമിംഗ് a basic of start a conversation in process of an interview. ഒരു ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഫോർമൽ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. അദ്ദേഹത്തിന് ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവില് മേ ഐ എന്ന് പറയുമ്പോൾ നമ്മൾ ചെല്ലാണെന്ന് വിചാരിക്കുക, ഒരു ഡോർ തുറന്ന് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ പേര് പറഞ്ഞിട്ട് കമ്മിങ് എന്ന് പറയുമ്പോൾ നമുക്കൊരു നമ്മളറിയാലോ, ആൾക്ക് നമ്മളെ കുറിച്ച് അറിയാലോ എന്ന് വിചാരിക്കും. നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ് ആ സമയത്ത് തോന്നുന്നത്. അപ്പോ അനുസരണം പറഞ്ഞത് ഒരു സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ ഫോർമൽ ഇൻട്രൊഡക്ഷൻ ആണ്. പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഫോർമൽ ഇൻട്രൊഡക്ഷൻ ഓർഗനൈസേഷന് കിട്ടും. ആപ്ലിക്കേഷൻ ഫോംസ് ഉപയോഗിച്ച് നമുക്ക് ഇൻഫർമേഷൻസ് കമ്പയർ ചെയ്യാൻ പറ്റും. റൈറ്റ് ടു റിജക്ട് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ് ഹു ആർ നോട്ട് മെറ്റ് എന്താണ് മിനിമം ജോബ് ക്വാളിഫിക്കേഷൻ. മിനിമം ജോബ് ക്വാളിഫിക്കേഷൻ മെറ്റ് ചെയ്യാത്ത വ്യക്തികളെ നമുക്ക് റിജക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ ഒരു ഫോർമൽ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്, ഞാനും അവിടെ പഠിച്ചത്, അങ്ങനെയൊക്കെ നമുക്ക് ഒരു ഫോർമൽ ആയിട്ട് മേ ബി ഒരു ഫോർമൽ കോൺവെർസേഷൻ നമ്മൾ പേരെങ്കിലും അറിഞ്ഞിരിക്കുന്നത് ഹെൽപ്ഫുൾ ആണ്. ആപ്ലിക്കേഷൻ ഫോം ഉണ്ടെങ്കിൽ നമ്മുടെ പേര് അവർക്ക് അറിയാനായിട്ട് പറ്റും, നെയിം എങ്കിലും നമുക്ക് അറിയാനായിട്ട് പറ്റും. ഡിസഡ്വാൻറ്റേജ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് കേട്ടോ. സെലക്ഷൻ പ്രോസസ് using application form create various problems which are attributed to the following factors. Selection process use ചെയ്ത application forms സാധാരണയായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. Sometimes the firm designs certain application form very carelessly.
ചില സമയങ്ങളിൽ ആപ്ലിക്കേഷൻ ഫോംസ് കെയർലെസ് ആയിട്ടായിരിക്കും ആര് ക്രിയേറ്റ് ചെയ്യുന്നത്, ഫാം ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം അത്ര ഇമ്പോർട്ടൻസ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ അതിന്റെ ആവശ്യമില്ല. കറക്റ്റ് ആയിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻ ഫോംസ് എന്ത് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ. Few applicants are expert in give false information. ചില ആപ്ലിക്കൻസ് ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും കൊടുക്കുന്നത്. അവരുടെ ജോബിനെ കുറിച്ചിട്ടും ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ടും എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടും ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്ക് മേ ബി ഡിഫിക്കൽട്ട് ടു വെരിഫൈ. അവര് അഡ്രസ് ഒന്നും കൊടുത്തിട്ടില്ല, എക്സ്പീരിയൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളെങ്കിൽ നമുക്കത് വെരിഫൈ ചെയ്യാൻ കുറച്ച് പാടാണ്. There can be possibility that the HR person face the problem in assessing the information about the applicant that are mentioned in the application form. Application form mention ചെയ്യാത്ത ഡീറ്റെയിൽസ് അക്യൂർ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടീസ് ആണ്. കാരണം നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിലുള്ള ഇൻഫർമേഷൻസ് മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ, ഫിൽ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ ഫിൽ ചെയ്യിപ്പിക്കുന്നില്ല. അപ്പൊ അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. അങ്ങനത്തെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇനി ആപ്ലിക്കേഷൻ ഫോമിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും വായിച്ചേ. ഓക്കെ, നമ്മള് സെലക്ഷന്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് പറഞ്ഞത് പ്രിലിമിനറി ഇന്റർവ്യൂ ആയിരുന്നു. ദെൻ ആപ്ലിക്കേഷൻ ഫോം ആണ്. നമ്മൾ ടെസ്റ്റ് മൂവ് ആവുന്ന സെക്കൻഡ് സ്റ്റെപ്പായ സെലക്ഷൻ ടെസ്റ്റ് ആണ്. നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് സെലക്ഷൻ ടെസ്റ്റ് എന്നും എത്ര ടൈപ്സ് ഉണ്ടെന്നാണ് സെലക്ഷൻ ടെസ്റ്റിൽ നമ്മൾ നോക്കുന്നത്. സെലക്ഷൻ ടെസ്റ്റ് ആർ ഓൾസോ നോൺ ആസ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. സെലക്ഷൻ ടെസ്റ്റിന്റെ മറ്റൊരു നെയിം എന്താണ്? സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്നാണ്. These tests are important tool which are used for selection procedure. Selection procedure use ചെയ്യുന്ന ഒരു important tool ആണ് selection test. Psychological test is conducted to evaluate some set of skills, capability of the workers which are supposed to be there for a successful job outcome as per the job analysis. നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്തിനു വേണ്ടി കണ്ടക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക്, ആ ഒരു ആപ്ലിക്കൻസിന് നമ്മൾ പറഞ്ഞ സ്കില്ല് കേപ്പബിലിറ്റീസ് ഉണ്ടോ, അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ജോബ് കറക്റ്റ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടാണ്. The test is a tool designed to evaluate selective psychological elements. അപ്പൊ ഈ ടെസ്റ്റിൽ നമ്മൾ സെലക്റ്റീവ് ആയിട്ട് സൈക്കോളജിക്കൽ എലമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. The primary reason for conducting the test in the selection procedure is to easily accurately evaluate the difference between job related capacities and skills of the individual. എന്തിനു വേണ്ടിയിട്ടാണ് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കപ്പാസിറ്റീസും അതേപോലെ ഇൻഡിവിജ്വൽസിന്റെ സ്കിൽസും തമ്മിൽ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാനും അതിന്റെ ആക്യുറസി എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സെലക്ഷൻ ടെസ്റ്റ് സാധാരണയായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. സെലക്ഷൻ ടെസ്റ്റ് എഴുതാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? PSC ഒക്കെ സെലക്ഷൻ ടെസ്റ്റ് എഴുതാത്തവർ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും എഴുതിയിട്ടുണ്ടാവും അല്ലെ? PSC ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഓക്കെ, എഴുതിയിട്ടില്ല. As human capabilities are interconnected to each other,
human capabilities interconnected ആണ് and complicated in nature. നമുക്കറിയാം human beings എന്ന് പറഞ്ഞാൽ തന്നെ complicated ആണ്. Therefore, they must to be understand in relation to one another. നമ്മൾ അവരുടെ റിലേഷൻഷിപ്പ് അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കമ്പയർ ചെയ്തെടുത്ത് ഒരാളെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. മേ ബി സെയിം ക്വാളിഫിക്കേഷൻ, സെയിം കോളേജിൽ നിന്ന്, സെയിം ക്ലാസ്സിൽ നിന്ന് പാസ് ഔട്ട് ആയ രണ്ട് കുട്ടികളാണെങ്കിൽ അവരുടെ കപ്പാസിറ്റി നമുക്ക് നോക്കി കണ്ട് മനസ്സിലാക്കാൻ വരാം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ഷൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഈ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ ബേസിൽ ആർക്കാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നത് അദ്ദേഹത്തെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു വെയിൻ എഫ് കാസിയോ, സൈക്കോളജിക്കൽ ടെസ്റ്റ് ഈസ് എ സ്റ്റാൻഡേർഡൈസ്ഡ് മെഷർ ഓഫ് ബിഹേവിയർ. ഇപ്പൊ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് മെഷർ ഓഫ് ബിഹേവിയർ ആണ്. ഒരു വ്യക്തിയുടെ ബിഹേവിയർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് എന്ത്, ഈ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അക്കോർഡിംഗ് ടു ക്രോൺബെറ്റ്സ്, എ ടെസ്റ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഫോർ കമ്പയറിംഗ് ദ ബിഹേവിയർ ഓഫ് 2 or more persons. രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികളുടെ ബിഹേവിയർ കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ആണ് എന്ത്, നമ്മുടെ സെലക്ഷൻ ടെസ്റ്റ്. നെക്സ്റ്റ് ആണ് അക്കോർഡിംഗ് ടു മൽട്ടൺ എം ബ്ലൂം, a test is a sample of an accept of an individual behavior. Repeat ആണ്, ഒരു accept of മതി ട്ടോ. Individual behavior, performance and aptitude. ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ബിഹേവിയർ എങ്ങനെയാണ്, പെർഫോമൻസ് എങ്ങനെയാണ്, ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ വ്യക്തി നമ്മൾ ഡെഫിനേഷനിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ചോദിക്കാറില്ലേ? അപ്പൊ ഡെഫിനേഷൻസും ആ ഒരു മീനിങ്ങും മനസ്സിലാക്കിയിരിക്കട്ടെ എല്ലാവരും. ആ വ്യക്തിയുടെ പേരും ഒന്ന് മനസ്സിലാക്കി നോട്ട് ചെയ്ത് വെക്കാം. മേ ബി അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് സെലക്ഷൻ ടെസ്റ്റ് മാത്രമൊന്നും ഞാൻ ഇത് ചെയ്യുന്നുള്ളൂ, എടുക്കുന്നുള്ളൂ, ഡെഫിനേഷൻസും മാത്രമേ എടുക്കുന്നുള്ളൂ. ഫുൾ പോർഷൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം. ടൈപ്സ് ഓഫ് സെലക്ഷൻ ടെസ്റ്റ് ഇതിൽ വലിയ പോർഷനാണ്, ഒറ്റയടിക്ക് എടുക്കാം. അപ്പൊ അതാവുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കപ്പോൾ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഈ സെലക്ഷൻ ടെസ്റ്റ് ഒന്ന് വായിച്ച എല്ലാവരും. ഓക്കെ, അപ്പോ ഇത്രയുമാണ് പോർഷൻസ് എടുക്കുന്നത്. എന്തൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്, എന്താണ് ആപ്ലിക്കേഷൻ ഫോം എന്താണെന്ന് പഠിച്ചു. ആപ്ലിക്കേഷൻ ഫോമിന്റെ പർപ്പസ് നമ്മൾ നോക്കി. അത് കഴിഞ്ഞ് കണ്ടന്റ്സ് ഓഫ് ആപ്ലിക്കേഷൻ ഫോംസും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോമും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആപ്ലിക്കേഷൻ ഫോമിന്റെ സെഷൻ കംപ്ലീറ്റ് ആയി. ദെൻ നമ്മൾ മൂവ് ആയത് സെലക്ഷൻ ടെസ്റ്റ് ആണ്. സെലക്ഷൻ ടെസ്റ്റിന്റെ മറ്റൊരു നെയിമാണ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. അതേപോലെ സെലക്ഷൻ ടെസ്റ്റിന്റെ 3 ഡെഫിനിഷൻസ് നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട്. 3 ഡെഫിനിഷൻസും നല്ല രീതിയിൽ നോക്കാം. വെയിൻ എഫ് കാസിയോ പറഞ്ഞത് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്താന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് മെഷർ ഓഫ് ബിഹേവിയർ ആണ്. ബിഹേവിയർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് എന്താ, സൈക്കോളജിക്കൽ ടെസ്റ്റ്. ക്രോൺബെച്ച് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ആണ്, കമ്പയറിംഗ് ദ ബിഹേവിയർ ഓഫ് 2 or more persons. രണ്ടോ അതിൽ കൂടുതൽ പേഴ്സൺസിന്റെ ബിഹേവിയർ കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ടെസ്റ്റ് ആണ് എന്ത്, സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ നോക്കിയത് മിൽട്ടൺ എം ബ്ലൂമിന്റെ ആണ് ഡെഫിനിഷൻ. ദെൻ അതിൽ പറഞ്ഞത് എന്തായിരുന്നു, എ സാമ്പിൾ
സാമ്പിൾ ഓഫ് ആക്സെപ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ആൻഡ് പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഒരു വ്യക്തിയുടെ, ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, നമ്മൾ പറഞ്ഞത് ടെസ്റ്റ് ഇറ്റ്സ് ആൻ സാമ്പിൾ. അത് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പിൾ ഓഫ് ആൻഡ് ആക്സെപ്റ്റ്, റിപ്പീറ്റ് ആണല്ലോ. സാമ്പിൾ ഓഫ് ആൻഡ് ആക്സെപ്റ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഓക്കെ ഓക്കെ, സാമ്പിൾ ഓഫ് ആൻഡ് ആക്സെപ്റ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ബിഹേവിയർ, പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ബിഹേവിയറും അദ്ദേഹത്തിന്റെ പെർഫോമൻസും അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡും നമ്മൾ അളക്കുന്ന ഒരു ടെസ്റ്റ്, അല്ലെങ്കിൽ അളക്കുന്ന ഒരു മാർഗമാണ് എന്ത്, സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. മോക്ക് ടെസ്റ്റ് നല്ല രീതിയിൽ ഇത് മനസ്സിലായില്ലേടാ? മാറിപ്പോയതാ മിസ്, മനസ്സിലായി. ഓക്കെ, ചിലപ്പോ എനിക്ക് തോന്നുന്നു ഈ ഒരു പോർഷൻ എളുപ്പമാണ്. നമ്മള് കുറച്ച് നാൾ മുമ്പൊക്കെ ഡിസ്കസ് ചെയ്ത പോർഷൻസ് ടഫ് ആണെങ്കിൽ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്ന പോർഷൻസ് എളുപ്പമാണെന്ന് തോന്നുന്നുണ്ട്. എനിക്കും നല്ല എളുപ്പമായിട്ട് തന്നെ തോന്നുന്നു. കാരണം പറഞ്ഞു കൊടുക്കാനായിട്ട് നന്നായിട്ട് പറ്റുന്നുണ്ട്. അപ്പോ ടഫാണ്, ചാരം ഇങ്ങനെയാണ്, നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് വരാം. ഓക്കെ, അപ്പൊ നന്നായിട്ടൊന്ന് റീഡ് ചെയ്ത് നോക്കാം. മോക്ക് ടെസ്റ്റുകൾ നല്ല രീതിയിൽ റിവൈസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. Thank you, Miss. താങ്ക് യു മിസ്.